ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. തിരുകർമ്മങ്ങൾ ഇങ്ങനെ: പത്രോസിൻ്റെ 267 പിൻഗാമിയായി ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ബലിയും മറ്റും ഇന്ന് നടക്കും. ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിൻ്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവിൻ്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് സ്ഥാനാരോഹണത്തിൻ്റെ പ്രധാന ചടങ്ങ്. ഇന്നത്തെ കർമ്മം പൂർത്തിയാക്കുന്നതോടെ ഔദ്യോഗികമായി പാപ്പ ചുമതലയേൽക്കും. സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയുൾപ്പെടെ 100-ലേറെ ലോകരാജ്യങ്ങളിൽ നിന്നായി ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും നേതാക്കളും രാജകുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സെൻറ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പ്രാദേശിക സമയം രാവിലെ 10-ന്, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ന് സ്ഥാനാരോഹണ വിശുദ്ധ കുർബാന ആരംഭിക്കും. മാർപ്പാപ്പ പൗരസ്ത്യ സഭകളിലെ പാത്രിയാർക്കീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിൻ്റെ കബറെടുത്തിങ്കൽ അല്പസമയം പ്രാർത്ഥിക്കുകയും ധൂപാർച്ചന നടത്തുകയും ചെയ്തതിനു ശേഷമായിരിക്കും പ്രദക്ഷിണമായി ബലിവീതിയിലെത്തുക. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ലത്തീൻ, ഗ്രീക്ക് ഭാഷകളിലുള്ള സുവിശേഷ പാരായണത്തിന് ശേഷമായിരിക്കും മാർപ്പാപ്പ പാലിയവും മോതിരവും സ്വീകരിക്കുക. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ, വൈദികർ, ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവികളിലുള്ള 3 കർദിനാളുമാരായിരിക്കും ഈ ചടങ്ങ് നിർവഹിക്കുക. ഡീക്കൻ കർദിനാളായിരിക്കും മാർപ്പാപ്പയെ പാലിയം അണിയിക്കുക. തുടർന്ന് മാർപ്പാപ്പയുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടാകുവാനായി പ്രീസ്റ്റ് കർദിനാൾ പ്രത്യേക പ്രാർത്ഥന ചൊല്ലുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മാർപ്പാപ്പ മോതിരം സ്വീകരിക്കുക. മെത്രാൻ കർദിനാളായിരിക്കും മാർപ്പാപ്പയ്ക്ക് ഇത് നൽകുക. പാലിയവും മോതിരവും സ്വീകരിച്ച ശേഷം മാർപ്പാപ്പ സുവിശേഷവും വഹിച്ച് ദൈവജനത്തെ ആശീർവദിക്കും. തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 പേർ ദൈവജനത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കും. അതിനുശേഷം മാർപ്പാപ്പ സുവിശേഷ സന്ദേശം നൽകുകയും വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യും. വത്തിക്കാൻ മീഡിയ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങളിൽ ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ലഭ്യമാക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.